നിപ്പ സ്ഥിരീകരണത്തെ തുടർന്ന് പാലക്കാട് ചികിത്സയിൽ കഴിയുന്ന യുവാവിന് ആശ്വാസം. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പരിശോധനയിൽ നിപ്പ നെഗറ്റീവ് എന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിൽ നിപ്പ പോസിറ്റീവായിരുന്നു. പാലക്കാട് നിന്ന് അജിത് ബാബു കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. അജിത്ത്, ഇപ്പോൾ പറഞ്ഞത് വെച്ചതുപോലെ വലിയ രീതിയിലുള്ള ആശ്വാസമാണ് നിപ്പ നെഗറ്റീവ് എന്ന സ്ഥിരീകരണത്തിലൂടെ പുറത്തേക്കെത്തുന്നത്. എത്തരത്തിലാണ് ഇത് തമ്മിലുള്ള വൈരുദ്ധ്യമുണ്ടായിരിക്കുന്നത്? എന്തുകൊണ്ടാണ് അതിനുള്ള ഒരു കാരണം? ഇപ്പോൾ അദ്ദേഹം ഏത് രീതിയിലുള്ള ചികിത്സയിലാണ് തുടരുന്നത്? സംഗീത സക്കറിയ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നടത്തുന്നത് പ്രാഥമിക പരിശോധനയാണ്. ഈ പ്രാഥമിക പരിശോധനയിൽ 32 വയസ്സുകാരനായിട്ടുള്ള യുവാവിന്, അതായത് 57-കാരനായ മരിച്ച ആളുടെ മകന് നിപ്പ സ്ഥിരീകരിച്ചിരുന്നു. അത് പ്രാഥമിക പരിശോധനയിലാണ് ഇത്തരത്തിൽ സ്ഥിരീകരണം ഉണ്ടാകുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ജില്ലാ ഭരണകൂടം ഇവിടെ നടപടികളൊക്കെ ആരംഭിച്ചു. 17 വാർഡുകൾ കണ്ടെയ്ൻമെൻറ്റ് സോണായി പ്രഖ്യാപിക്കുകയും ഉൾപ്പെടെ ചെയ്തു. അതുകൂടാതെ തന്നെ അന്തിമ സ്ഥിരീകരണത്തിനായി ഈ ഫലം ഇത്തരത്തിൽ സാമ്പിളുകൾ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയക്കുകയും ചെയ്തിരുന്നു. അവിടുന്ന് പരിശോധനാ ഫലം വന്നപ്പോഴാണ് ഇക്കാര്യത്തിൽ നെഗറ്റീവാണ് എന്നുള്ള റിപ്പോർട്ട് വരുന്നത്. അതോടുകൂടി ഇക്കാര്യത്തിൽ വലിയ ആശ്വാസമാണ് ഉണ്ടായിരിക്കുന്നത്. ഇവിടെ പ്രാഥമിക പരിശോധനയിൽ പോസിറ്റീവ് ആണെങ്കിലും അന്തിമ പരിശോധനയിൽ ഇക്കാര്യത്തിൽ നെഗറ്റീവാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ വലിയ ആശ്വാസമാണ്. പ്രത്യേകിച്ച് 57-കാരൻ നിപ്പ ബാധിച്ച് മരിച്ചതിന് പിന്നാലെ 32-കാരന് കൂടി സമ്പർക്കത്തിലൂടെ, ക്ലോസ് കോൺടാക്റ്റിലുള്ള 32-കാരന് കൂടി സമ്പർക്കത്തിലൂടെ നിപ്പ സ്ഥിരീകരിച്ചു എന്നുള്ള വിവരങ്ങൾ വന്നതോടുകൂടി വലിയ ആശങ്കയായിരുന്നു ഈ പ്രദേശത്ത് ആകമാനം ഉണ്ടായിരുന്നത്. അതിന് ജില്ലാ ഭരണകൂടവും വലിയ മുന്നൊരുക്കങ്ങളൊക്കെ നടത്തിയിരുന്നു. പോലീസും പരിശോധന ഉൾപ്പെടെ കർശനമാക്കുകയും അവിടെ ഉൾപ്പെടെ ജനങ്ങളോട് ഉൾപ്പെടെ ഇക്കാര്യത്തിൽ സഹകരിക്കണമെന്ന് പറയുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അന്തിമ പരിശോധനാ ഫലം നെഗറ്റീവായിരിക്കുന്നത്. വലിയ ആശ്വാസകരമാണ്. സംഗീത സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാവർക്കും ആശ്വസിക്കാൻ കഴിയുന്ന കാര്യമാണ്. നിപ്പയുടെ കാര്യത്തിൽ വലിയ ആശങ്കകൾ നമുക്ക് മുമ്പിൽ ഉണ്ടായിരുന്നു. അത്തരത്തിലൊരു കാര്യത്തിൽ ഇപ്പോൾ അന്തിമ പരിശോധനാ ഫലം വരുമ്പോൾ അതിലൊരു ആശ്വാസമുണ്ട്. എന്നാലും ജാഗ്രത തുടരണമെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. തീർച്ചയായും ജാഗ്രത തുടരണം. പക്ഷേ നിപ്പ നെഗറ്റീവ് ആകുമ്പോൾ ആശ്വാസം തന്നെയാണ് പാലക്കാട് നിന്ന് എത്തുന്ന. അജിത് ബാബുവാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.